ഹലോ മക്കളെ, ക്രെഡിറ്റിന്റെ കാര്യം മണി ആൻഡ് ക്രെഡിറ്റ് ചാപ്റ്ററിൽ ക്രെഡിറ്റിന്റെ കാര്യം പറയുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഏതാണ് ഫോർമൽ സെക്ടർ, ഏതാണ് ഇൻഫോർമൽ സെക്ടർ എന്ന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സെക്ടർ ഉണ്ട്. എന്താണ്? രണ്ട് സോഴ്സസ് ഉണ്ട് നമ്മൾ പറയും അല്ലേ. രണ്ട് സോഴ്സസ് ഉണ്ട്, ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. അങ്ങനെ ഫോർമലും ഇൻഫോർമലും ആകുമ്പോൾ ഏതൊക്കെയാണ് സാർ ഫോർമൽ ഏതാ ഇൻഫോർമൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ മക്കളെ. സിമ്പിൾ ആണ്. എന്താ അത് നോക്കിയേ. ഫോർമൽ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ലോൺസ് കമ്പാരിറ്റീവ്ലി ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിക്വയർസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റി. അവിടെ എന്താ പറയുന്നത്? കമ്പാരിറ്റീവ്ലി ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും ലോൺ നമുക്ക് കിട്ടുക. ഓക്കെ, അധികം ഒന്നും നമ്മൾ കത്തി വെച്ചിട്ട് കൊല്ലൊന്നുമില്ല. നമ്മൾ എന്താണ് ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് സിമ്പിൾ ആയിട്ട് ലോ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അതൊരു കാര്യമാണ്. അതുപോലെ കൊലാറ്ററൽ ചോദിക്കുന്നുണ്ട് അവര്. എന്താണ്? കൊലാറ്ററൽ ചോദിക്കും. ഏത് ഫോർമൽ സെക്ടറിൽ പോയി കഴിഞ്ഞാലും അവരെന്താണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ലോൺ ചോദിക്കും. അത് ചോദിച്ചില്ലെങ്കിൽ കള്ളത്തരമാണ്. അതെന്താണ്? അത് നമുക്ക് ഇൻഫോർമലിൽ നോക്കാം. എന്താണ് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺ കിട്ടും, ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉണ്ട്. പക്ഷേ എന്താണ്? നമ്മൾ ഒരു കൊളാറ്ററൽ പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ എടുക്കുന്ന ലോണിന് ഈക്വൽ ആയിട്ടുള്ള കൊളാറ്ററൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യമാണെങ്കിൽ ബാങ്ക്സ് ആൻഡ് കോഓപ്പറേറ്റീവ്സ് ആണ് എക്സാമ്പിൾസ്. ഏതാണ് എക്സാമ്പിൾസ്? ബാങ്കും കോഓപ്പറേറ്റീവ്. അപ്പൊ എന്താണ് കോഓപ്പറേറ്റീവ് ചോദിച്ചാൽ സിമ്പിൾ ആണ്. നമ്മുടെ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞ സാധനം അല്ലെ. അത്രേ ഉള്ളൂ. സഹകരണ സൊസൈറ്റി, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാവും അല്ലെ. തൊട്ടടുത്ത് കാണുന്ന സൊസൈറ്റിയും കാര്യങ്ങൾ അത് തന്നെയാണ് മക്കളെ, നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. റെഗുലേറ്റഡ് ബൈ RBI. എന്താണ്? RBIയുടെ റെഗുലേഷൻ ഉണ്ടാവും, കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ടാവും. ആരാണ്? RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്റർ ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളാണ് ബാങ്ക്സും കോഓപ്പറേറ്റീവ്സും. അപ്പൊ എന്താണ്? ഒരു ലീഗാലിറ്റി ഉണ്ട് അല്ലെ, ഒരു നിയമ സാധുതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫോർമൽ എന്താന്ന് കിട്ടി. ആ ഫോർമലിൽ നിന്ന് മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ എന്നതുകൂടി നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഇൻഫോർമൽ സെക്ടറിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കും. അപ്പൊ എന്താണ് ഇൻഫോർമൽ? എന്താ മക്കളെ? മണി ലെൻഡേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന ആളുകളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ പലിശക്കാരുടെ കയ്യിൽ നിന്ന്, ബ്ലേഡിന്റെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പറയില്ലേ, ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ പൈസ എടുക്കുന്ന നമ്മൾ പറയും ഇൻഫോർമൽ സെക്ടറാണ്. ഓക്കെ, അതിന് കൃത്യമായിട്ടുള്ള നിയമ സാധ്യതയില്ല. നമുക്ക് അവർ ചോദിച്ച പൈസ കൊടുക്കേണ്ടി വരും. അവർ പറയാണ് ഇന്ന് ചിലപ്പോൾ 10% പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുത്തിട്ട് 5 മാസം കഴിഞ്ഞിട്ട് അവർ പറയാണ് ഇനിയിപ്പോൾ 10% അല്ല 15% തിരിച്ചു തരണം എന്ന് പറയില്ലേ. ഒരു നിയമ സാധ്യത, ഒരു എഗ്രിമെന്റോ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എഗ്രിമെന്റ് ആണ്. ഓക്കെ, ടേംസ് ഓഫ് ക്രെഡിറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. എവിടെ ഉണ്ടാവില്ല? ഇൻഫോർമൽ സെക്ടറിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് നിയമ സാധ്യതയൊന്നും ഇല്ലാത്ത സാധനമാണ് എന്താ? ഇൻഫോർമൽ സെക്ടർ. നോ കൺട്രോൾ ബൈ എനി അതോറിറ്റി. ആരുടെ കൺട്രോളില്ല? RBI കൺട്രോൾ ചെയ്യുന്ന ആരെ മാത്രമാണ്? ബാങ്കിനും കോഓപ്പറേറ്റീവ്സിനും, കൃത്യമായിട്ടുള്ള നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ബാങ്കിങ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? RBI കൺട്രോൾ ചെയ്യുന്നത്. ഇൻഫോർമൽ സെക്ടറിലേക്ക് വരുമ്പോൾ അങ്ങനെ ആരും അതോറിറ്റി ഒന്നും ഇല്ല കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, the lender can decide the rate of interest. Obviously it will be very high. എന്താണ് പറയുന്നത്? സാധാരണ നമ്മൾ അറിയാല്ലേ, നമ്മൾ അപ്പുറം കണ്ടു എന്നാണ്. ഫോർമൽ സെക്ടറിൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും ക്രെഡിറ്റ്. ബട്ട് ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ വന്നപ്പോൾ സിമ്പിൾ ആണ്. അത് ഇൻഫോർമൽ സെക്ടറിലേക്ക് വന്നപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയുള്ള മക്കളെ പറയാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ്ലി അൺസേഫ് വേ ഓഫ് ബോറോയിങ് നമുക്കറിയാം അല്ലേ. ബോറോയിങ്, ഡിഫിക്കൽട്ടി ടു പേ ബാക്ക്, നോ കൊളാറ്ററൽ നീഡഡ്. ഇവിടെ എന്താണ്? കൊളാറ്ററൽ ഒന്നും വേണ്ട. അതെന്താണ്? അതൊരു ട്രാപ്പാണ്. നമുക്കൊരു കൊളാറ്ററൽ വേണ്ടെന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടമുള്ള സാധനം നമുക്ക് ലോണായിട്ട്, ഇപ്പോൾ നമ്മളൊരു 5 ലക്ഷം രൂപ ഒരു മണി ലെൻഡറിൻ്റെ കയ്യിൽ, പ്രൈവറ്റ് മണി ലെൻഡറിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു വിചാരിക്കാം. അതേ എന്ത് ചെയ്യണം? അതേ വന്നിട്ട് നമ്മളൊരു ഇപ്പം ലോണൊക്കെ അടച്ചിട്ട് നമ്മൾ സേഫായിട്ട് നിന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ ചിലപ്പോൾ തിരിച്ചടയ്ക്കാനുണ്ടാവുള്ളൂ. നമ്മളൊരു കാറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെടുത്ത് ചിലപ്പോൾ 5 ലക്ഷം രൂപയുടെ ലോണിന് പകരം നമ്മൾ 10 ലക്ഷം രൂപയുടെ കാറൊക്കെ എടുത്തിട്ട് പോകും. അങ്ങനെ കണക്കൊന്നുമില്ല. അപ്പം കൊളാറ്ററൽ നീഡഡ് എന്നുള്ളത് അവിടെ ഇല്ല എന്നുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ള തട്ടിപ്പാണെന്നുള്ള ആലോചിക്കുക ഇൻഫോർമൽ സെക്ടറിൽ. അതെന്തിനാണ്? അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗമാണ്. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ നിന്ന് മാക്സിമം ക്രെഡിറ്റ് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ്? അത് നിങ്ങളെ ആൻസറിലേക്ക് എഴുതുക. ഓക്കെ, അവിടെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. വൈ ഈസ് ഇറ്റ് നെസസറി ടു ഇൻക്രീസ് എ ലാർജ് നമ്പർ ഓഫ് ബാങ്ക്സ് മെയിൻലി ഇൻ റൂറൽ ഏരിയാസ്? ഇതിന്റെ ആൻസർ എന്താ മക്കളെ? ഇൻഫോർമൽ സെക്ടറിന്റെ അതിപ്രസരമാണ് എവിടെയുള്ളത്? റൂറൽ ഏരിയാസിലുള്ളത്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുക. ആളുകൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സാധാ ഫോർമൽ സെക്ടറിലുള്ള ബാങ്കിൻ്റെയും കോഓപ്പറേറ്റീവ്സിൻ്റെയും സേവനങ്ങൾ, സർവീസസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ ഭാഗത്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റും. അടിപൊളിയാക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക.